ശത്രുക്കളുടെ ഭൂഗർഭ അറകളും സുരക്ഷാ കേന്ദ്രങ്ങളും എന്തിന് ആണവ നിലയങ്ങൾ പോലും നിമിഷ നേരം കൊണ്ട് തകർക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ആയുധം ഇന്ത്യയുടെ കൈകളിലേക്ക്. അതും ബ്രഹ്മോസിനേക്കാൾ വേഗത്തിൽ കുതിക്കുന്ന ഒന്ന്. പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യക്ക് ഒരു വജ്രായുധം തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തായ ഇസ്രയേൽ. ഗോൾഡൻ ഹൊറൈസൺ എന്നാണ് ആകാശത്ത് നിന്നും തൊടുക്കാവുന്ന ഈ ഹൈപ്പർസോണിക് മിസൈലിന്റെ പേര്. ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗത്തിൽ, അതായത് മാക് 5 വേഗതയിൽ കുതിക്കുന്ന ഇതിനെ തടഞ്ഞു നിർത്താൻ നിലവിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല. 1000 മുതൽ 2000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ പ്രഹരശേഷി. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ നമ്മുടെ സ്വന്തം ബ്രഹ്മോസിനേക്കാൾ വേഗത ഈ പുതിയ ഇസ്രായേലി മിസൈലിനുണ്ട്. യുദ്ധവിമാനങ്ങളിൽ നിന്ന് നേരിട്ട് പ്രയോഗിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്രായേലിന്റെ തന്നെ സിൽവർ സ്പാരോ മിസൈലിൽ നിന്നാണ് ഗോൾഡൻ ഹൊറൈസൺ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന 400 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള ലോറ, 250 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള റാംപേജ് എന്നീ മിസൈലുകളെക്കാൾ എത്രയോ മടങ്ങ് പ്രഹരശേഷിയും ദൂരപരിധിയുമാണ് ഇതിനുള്ളത്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിശ്വസ്തനായ സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങളിൽ ഈ മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയും. ഇസ്രയേലിന്റെ ഈ വാഗ്ദാനം വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ ഇന്ത്യക്ക് വലിയൊരു തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നതാണ് ഈ നീക്കം. പാകിസ്ഥാന്റെ കാര്യം വിടാം, അവരുടെ പക്കൽ ഇത്തരം ആയുധങ്ങളൊന്നുമില്ല, അത് അവർക്ക് സ്വപ്നം മാത്രം. ചൈനയുടെ കൈവശം യുദ്ധവിമാനത്തിൽ നിന്നും തൊടുക്കാവുന്ന JL-1 എന്ന ബാലിസ്റ്റിക് മിസൈലുണ്ട്. പക്ഷേ അവിടെയും ഉണ്ട് രസം. ചൈനയ്ക്ക് ആ മിസൈൽ പ്രയോഗിക്കണമെങ്കിൽ H-6N പോലുള്ള വലിയ ബോംബർ വിമാനങ്ങൾ തന്നെ വേണം. എന്നാൽ ഗോൾഡൻ ഹൊറൈസൺ തൊടുക്കാൻ ഇന്ത്യക്ക് നമ്മുടെ സാധാരണ സുഖോയ് വിമാനങ്ങൾ മാത്രം മതി. ഇത് യുദ്ധമുഖത്ത് ഇന്ത്യക്ക് നൽകുന്ന മേൽക്കൈ ചില്ലറയല്ല. ചുരുക്കത്തിൽ അഗ്നി മിസൈലുകളിലൂടെ കരയിൽ നമ്മൾ നേടിയ കരുത്ത് ഇപ്പോൾ ആകാശത്തും സ്വന്തമാക്കാൻ പോവുകയാണ്. ഈ ഡീൽ ഉറപ്പിച്ചാൽ ഇന്ത്യൻ വ്യോമാക്രമണങ്ങൾ കൂടുതൽ കൃത്യവും മാരകവുമാകും. അതിർത്തിയിലെ കളിയാകെ മാറ്റാൻ പോകുന്ന ഒരു നീക്കമാണിത്. ന്യൂസ് ഡെസ്ക് മലയാളം.